മലപ്പുറത്ത് ജില്ലാ വിഭജനം വീണ്ടും ചർച്ചയാക്കി യൂത്ത് ലീഗ്. തിരൂരങ്ങാടി ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് ആവശ്യം. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രതിനിധി സമ്മേളനത്തിലാണ് വിഷയം പ്രമേയമായി അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ ഈ മലപ്പുറം ജില്ലാ ലീഗൊക്കെ ഉയർത്തിവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നോക്കൂ, വളരെ ഔദ്യോഗികമായി തന്നെ തിരൂരങ്ങാടി ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിനിധി സമ്മേളനത്തിൽ തന്നെ പ്രമേയം ആയി വന്നിരിക്കുകയാണ്. ഈ പ്രമേയത്തിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? നോക്കൂ നീലിമ, ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയമാണ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന മുസ്ലിം ലീഗിന്റെയും അടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ ആവശ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുസ്ലിം യൂത്ത് ലീഗ് തന്നെ പ്രത്യക്ഷമായി ഇങ്ങനെയൊരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മലപ്പുറം ജില്ല വിഭജിക്കണം, മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂരങ്ങാടി ആസ്ഥാനമാക്കി ഒരു പുതിയ ജില്ല വേണമെന്നാണ് ഒരു പ്രമേയമായി യൂത്ത് ലീഗ് അവതരിപ്പിച്ചിരിക്കുന്നത്. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രതിനിധി സമ്മേളനത്തിലാണ് ഈ മലപ്പുറം ജില്ല വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രമേയം അവതരണത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇവർ പറയുന്ന പ്രധാന കാര്യം, ഏറനാട്, പെരിന്തൽമണ്ണ, നിലമ്പൂർ താലൂക്കുകൾ ഉൾപ്പെടുത്തി മലപ്പുറം എന്ന പേരിൽ ഒരു ജില്ല രൂപീകരിച്ച് മലപ്പുറം നഗരത്തെ ആസ്ഥാനമാക്കണം എന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. മറ്റൊന്ന്, തിരൂർ, പൊന്നാനി, തിരൂരങ്ങാടി, കൊണ്ടോട്ടി, അതുപോലെ താലൂക്കുകൾ ഉൾപ്പെടുത്തി തിരൂരങ്ങാടി എന്ന പേരിൽ ഒരു പുതിയ ജില്ല രൂപീകരിച്ച് തിരൂരങ്ങാടിയെ ആസ്ഥാനമാക്കണം. ഈ കാര്യങ്ങളാണ് ആ പ്രമേയത്തിൽ പറയുന്നത്. ഇതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ ജനസംഖ്യയുള്ള ജില്ലകളെ ചെറിയ കാര്യക്ഷമ ജില്ലകളാക്കി പുനഃസംഘടിപ്പിക്കുന്നതിന് ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ ഈ പ്രമേയത്തിൽ പറയുന്നത്. ആത്യന്തികമായി ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നാണ്. ആ വിഭജിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത് മുസ്ലിം യൂത്ത് ലീഗാണ്. ഇതുമായി ബന്ധപ്പെട്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ട് തങ്ങൾക്ക് ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളാണ് എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ പ്രമേയം ഇവർ ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വിഭജനത്തിലൂടെ ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ ഇവർ ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഭരണ കാര്യക്ഷമത വർദ്ധിപ്പിക്കും, സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തും, അതുപോലെ പ്രാദേശിക വികസനത്തിലുള്ള അസമത്വം കുറയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ജില്ല വിഭജിക്കണം എന്നുള്ളൊരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പ്രമേയത്തിലേക്കൊക്കെ തന്നെ കടക്കുന്നത്. നിലവിൽ മലപ്പുറം ജില്ലയുണ്ട്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം വികസനം നടക്കുന്ന ജില്ലയാണ്. ഒരു രീതിയിലും ഒരു ഭരണ സംവിധാനത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടാത്തൊരു ജില്ലയാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേരളത്തിലുള്ള മറ്റ് 14 ജില്ലകൾക്കും ലഭിക്കുന്ന അതേ പരിഗണന ലഭിക്കുന്ന സംസ്ഥാനമാണ്. ഒരു ഘട്ടത്തിൽ പോലും തങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തെ ഒരു ജനപ്രതിനിധികൾ അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു വിഭാഗവും രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് മലപ്പുറം ജില്ല വിഭജിക്കണം, മതത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയെ രണ്ടായി വിഭജിച്ചുകൊണ്ട്. ഒന്ന് തുടരുക. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചർ, നോക്കൂ, തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നതേയുള്ളൂ. മലപ്പുറം ജില്ലാ വിഭജനം ഒരിക്കൽ കൂടി ശക്തമായ ഭാഷയിൽ ഉന്നയിക്കുകയാണ് യൂത്ത് ലീഗ്. ഇത്തവണ യൂത്ത് ലീഗ് പ്രമേയം പാസാക്കിക്കൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. തിരൂരങ്ങാടി കേന്ദ്രീകരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ വിഭജനം ആണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? കഴിഞ്ഞ 2 ദിവസമായിട്ട് തിരിച്ചു പറഞ്ഞ എക്സിറ്റ് പോളുകളുടെ ഒരു ഏകദേശം ഒരു സ്വഭാവമൊക്കെ കേരളത്തിൽ നമ്മള് മനസ്സിലായത് മുതൽ തിരിച്ചു പറഞ്ഞാൽ ലീഗിനെ ഭ്രാന്ത് പിടിച്ച മാതിരിയായിട്ടുണ്ട്. കേരളത്തിൽ ഗ്രഹണം ബാധിക്കാൻ പോകുന്നുണ്ട്. ഗ്രഹണ സമയത്ത് ഞാഞ്ഞോട് പോലും പ്രശ്നമാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഗ്രഹണം കേരളത്തെ ബാധിക്കാൻ പോകുന്നു. ഇത് വളരെ അപകടകരമായൊരു പ്രവണതയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവര് മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടാകട്ടെ അല്ലെങ്കിൽ ഏത് വിഷയമാകട്ടെ എന്തോ ഒരു ധാർഷ്ട്യത്തോടെ ഒരു അഹങ്കാരത്തോടെ ഒക്കെ ഉള്ളൊരു സംസാരം ഒരു ഭാഗത്തുനിന്ന് തുടങ്ങും. കഴിഞ്ഞ ദിവസം ഒരു നേതാവ് ചന്ദിപ്പിടാരാധ്യനായ നേതാവ് വെള്ളാപ്പള്ളി നടേശനെ പിടിച്ചു കിട്ടുമെന്നും ഭ്രാന്താണെന്നും വർഗീയവാദികളെ പിടിച്ചു കിട്ടുക അധികാരത്തിൽ കയറിയിട്ടില്ല. വരും ആരാണ് പറയുന്നത്? മുസ്ലിം ലീഗ്, ഇന്ത്യ വിഭജിച്ച മുസ്ലിം ലീഗ്. അവരുടെ ഭരണഘടനയിൽ തന്നെ മുസ്ലിമിന് മാത്രം എന്നൊക്കെ എടുത്തു പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗാണ് പറയുന്നത് വർഗീയവാദികളെ പിടിച്ചു കിട്ടും എന്നത്. അപ്പോ ഇത് ഏതായാലും വളരെ അപകടത്തിലേക്കാണ് പോക്ക് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല മുസ്ലിം ലീഗ്.
അവർ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അതിലവരെ ആ അധികാരം ഞങ്ങൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതൊക്കെ എടുത്തു പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാധാരണ രാഷ്ട്രീയ പാർട്ടി ഒരു വെറും രാഷ്ട്രീയ പാർട്ടിയാണ്. 1906 ഉണ്ടായ ആ മുസ്ലിംസിന്റെ അതേ ജനിത സ്വഭാവം, അതേ അല്ലെങ്കിൽ രക്തം ഒക്കെ പേരിൽ തന്നെയാണ് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുള്ളത്. ഇതേ മുസ്ലിം 1946 ഡയറക്റ്റ് ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്ഷൻ നടത്തിയിട്ട് ആയിരക്കണക്കിന് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനെ കൊന്നൊടുക്കിയ അതേ മുസ്ലിം ലീഗിന്റെ ജനിതകം തന്നെയാണ് ഈ മുസ്ലിം ലീഗ്. 47 ഇന്ത്യ വിഭജിച്ച അതേ മുസ്ലിം ലീഗ്, തിരിച്ചു വാങ്ങിയ പാകിസ്ഥാൻ, പൊരുതി നേടും ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ച അതേ മുസ്ലിം ലീഗ്. അപ്പോ അവര് കേരളം ഞങ്ങളുടെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി നിൽക്കുന്നെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് പോക്ക്. ഈ അപകടം വെറും ഒരു രാഷ്ട്രീയമായ ഒരു ഭരണമാറ്റം എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ വരുവാണെങ്കിൽ ഭരണമാറ്റം എന്ന നിലയിൽ മാത്രം കേരളം കണ്ടാൽ പോലെ അതിനേക്കാൾ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് പോക്ക്. ഗൗരവമായി തന്നെ ഈ വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്തേ മതിയാകൂ എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെയധികം നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അനഘ ഹർഷൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. അനഘ, ആദ്യമായി ഈ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗിമായി നിവേദനം നൽകുന്നതും ഈ മലപ്പുറം ജില്ലാ രൂപീകരണമുണ്ടായ ജൂൺ മാസത്തിൽ മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ വലിയ പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചത് SDPI ആണ്. അത് 2021 തൊട്ടുപുറകെ കുറെ മാസങ്ങൾക്ക് മുമ്പാണ് വീണ്ടും ഇതൊക്കെ ചർച്ചാ വിഷയമായി വരുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ മലപ്പുറം ജില്ലാ വിഭജനം സൗകര്യങ്ങളുടെ പേരിലാണ്, ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ലഭിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളരിപ്പ് എന്താണെന്ന് ഈ വർഗീയ സംഘടനകൾ നിലപാടെടുക്കുന്നതോടുകൂടി തന്നെ വ്യക്തമല്ലേ അനഘ? തീർച്ചയായും നീലിമ, അതായത് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നൊരു ആവശ്യവുമായി ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നത് SDPI പോലുള്ള തീവ്ര വർഗീയ സംഘടനയാണ്. അതിനുശേഷം പിന്നീട് വന്നിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതായത് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ് എന്ന് എഴുതി വെച്ചിട്ടുള്ള രേഖകളുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്നീട് വരുന്നത് മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകളാണ് മലപ്പുറം ജില്ലാ വിഭജനവും എന്ന ആവശ്യവുമായി ആദ്യം മുതൽ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിന്ന് തന്നെ അതിന്റെ ഒരു ഭീകര സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് മലപ്പുറത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യം ഇതൊന്നും തന്നെ മലപ്പുറത്തിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും മലപ്പുറം മുൻപന്തിയിലാണ്. എന്നിട്ട് പോലും മലപ്പുറത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കണമെന്ന് പറയുമ്പോൾ അത് ആ സാഹചര്യമാണ് വലിയ ഗുരുതരമായി തന്നെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാലത്ത് ഉയർന്നു വന്നൊരു ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു. അതായത് പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ അതേ മുസ്ലിം ലീഗ് തന്നെയാണ് ഇപ്പോഴും, യൂത്ത് ലീഗ് അടക്കമുള്ളവർ തന്നെയാണ്. ആ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ആയിരുന്നു, അതേ മുസ്ലിം ലീഗിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആ മുസ്ലിം ലീഗ് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് മലപ്പുറം ജില്ലയെ വിഭജിക്കണം. അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു വിഭജനം വന്നാൽ അത് ഭാവിയിൽ ഉണ്ടാക്കുന്ന അത്യാപത്ത് അല്ലെങ്കിൽ ഭാവിയിലേക്ക് എന്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ കേരളം, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. UDF മേൽക്കൈ എന്ന് പറയുന്നു. അങ്ങനെ മേൽക്കൈ എന്ന് പറയുമ്പോഴാണ് തങ്ങൾക്ക് അപ്രമാദിത്യം ഉണ്ടാകും. UDF സ്വാഭാവികമായും ഈ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അത് തങ്ങളാണ് ഭരിക്കുക എന്നൊരു ബോധ്യം മുസ്ലിം ലീഗിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് അവർ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു പ്രമേയം പാസ്സാക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്നാണ് പ്രമേയം പാസ്സാക്കുന്നത്. ആ പ്രമേയത്തിൽ എന്തുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇവർ പറയുന്നത് എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ UDF ഭരണം ലഭിച്ചാൽ, ആ ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന ആവശ്യങ്ങൾ ഇതായിരിക്കും. ആദ്യത്തെ ആവശ്യം മുസ്ലിം ലീഗിന്റെയും അതുപോലെ യൂത്ത് ലീഗിന്റെയും ഒക്കെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് അത് മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ പ്രമേയങ്ങൾ ഇറങ്ങുന്നത് എന്നുള്ളതാണ് നീലിമ. സ്വാഭാവികമായും അനഘ അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. കാരണം ഈ മലപ്പുറം ജില്ല വിഭജിക്കുക എന്ന് പറയുന്നത് ഈ വർഗീയ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ടയാണ്. അത് കൃത്യമായി മതത്തിന്റെ കണ്ണിലൂടെ നോക്കരുത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും
മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഈ നീക്കം ശക്തമാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നോക്കൂ, UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ജില്ലാ വിഭജനം തന്നെയായിരിക്കും. കാരണം എല്ലാ മുസ്ലിം സംഘടനകളും ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഇടത് വലത് മുന്നണികൾക്ക് ഒരു എതിർ ശബ്ദം പുറപ്പെടുവിക്കാൻ ഒരു തരത്തിലും കഴിയാത്ത വിധത്തിലുള്ള ഒരു പിടിമുറുക്കലാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഒരുപക്ഷെ ഈ സർക്കാരിന്റെ ആദ്യ തീരുമാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതായിരിക്കും. ഇപ്പോൾ BHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, മലപ്പുറം ജില്ലാ വിഭജനം ഒരിക്കൽ കൂടി ചർച്ചയാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ആവശ്യമാണ് തിരൂരങ്ങാടി ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണം എന്നത്. എങ്ങനെയാണ് BHP ഈ വിഷയത്തെ കാണുന്നത്? ഇത് കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് മൂത്ത ലീഗിന്റെ ഒരു MLA പറഞ്ഞത് തന്നെ ഇപ്പൊ യൂത്ത് ലീഗ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ തന്നെ, ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധന ഉണ്ടാകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. 1969 മലപ്പുറം ജില്ല രൂപീകരിച്ച 1971 ആദ്യത്തെ സെൻസസിന് ശേഷം അന്ന് ഏകദേശം 18-20 ലക്ഷം മാത്രമായിരുന്നു മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയെങ്കിൽ ഇന്ന് 45 ലക്ഷം ഉണ്ട് എന്നാണ് അവർ തന്നെ പറയുന്ന കണക്ക്. എന്ന് പറഞ്ഞാൽ ഏകദേശം 163% വർധന ഒരൊറ്റ ജില്ലയിൽ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നു പുതിയ 2-3 ഇപ്പൊ യൂത്ത് ലീഗ് ഒരു ജില്ല ഇവിടെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് മൂത്ത ലീഗ് പറഞ്ഞത് 3 ജില്ലയാക്കണം. അതേപോലെ തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്നു എറണാകുളം ജില്ലയും 2 ആക്കണമെന്ന്. ഇതേ സാഹചര്യമാണ്. ഇത് വളരെ അപകടകരമായ രീതിയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജില്ലകൾ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് കയറി പറ്റാനുള്ള ഒരു ആത്യന്തികമായ ശ്രമമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ തങ്ങളാണ് ഇനി ഭരണത്തിൽ കയറുന്നത്. ഇനി ഈ 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഞങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് സ്ഥാനവും ഞങ്ങൾക്ക് വ്യവസായ വകുപ്പും വിദ്യാഭ്യാസവും ഒക്കെ കിട്ടും എന്നുള്ള ഒരു അഹങ്കാരം ഇപ്പോഴേ ഈ യൂത്ത് ലീഗുകാരനും മൂത്ത ലീഗുകാരനും ഒക്കെ തോന്നി തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ. ഇത് എനിക്ക് തോന്നുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര ആവശ്യമാണ്. ഇപ്പോൾ ജില്ല ചോദിക്കുന്നു, കുറെ കാലം കഴിയുമ്പോൾ ഒരു രാജ്യം തന്നെ, ഒരു ഇസ്ലാമിക രാജ്യം തന്നെ ഞങ്ങൾക്ക് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ മറ്റൊരു വിഷയം കൂടി ഇതുണ്ട്. മലപ്പുറം എന്ന് പറയുന്നത് കുറച്ച് നാളുകളായി ഇവരുടെ ഒരു അജണ്ടയിലുള്ള വിഷയമാണ്. ഇപ്പോൾ നോക്കൂ, ഈ എറണാകുളം ജില്ല കൂടി വിഭജിക്കണം എന്നുള്ളൊരു ആവശ്യം കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യമായി ഉന്നയിച്ചിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പോലും പെടാതെ പോയ ഒരു വിഷയമായിരിക്കാം ഇത്. മൂവാറ്റുപുഴ ആസ്ഥാനമാക്കി പുതിയ ജില്ല വേണം എന്നുള്ളൊരു ആവശ്യം കേരള മുസ്ലിം ജമാഅത്ത് ഉന്നയിച്ചതായുള്ള ചില വാർത്തകളൊക്കെ, ചില സോഷ്യൽ മീഡിയ കണ്ടന്റൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ മൂവാറ്റുപുഴ, കോതമംഗലം, കോലഞ്ചേരി, പിറവം, കൂത്താട്ടുകുളം, പട്ടിമറ്റം ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ ആസ്ഥാനമായി ഒരു ജില്ല കൂടി വേണം എന്ന് മുസ്ലിം ജമാഅത്ത് ആവശ്യമുന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ മലപ്പുറം മാത്രമല്ല എറണാകുളത്തേക്ക് കൂടി ഇപ്പോൾ കണ്ണുവച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഒട്ടും സ്വാഭാവികമായ ഒരു കാര്യമല്ല എന്നത് ഇതിൽ കൂടെ തന്നെ വ്യക്തമല്ലേ? അതെ, അത് ഒട്ടും ഈ ആവശ്യങ്ങൾക്കൊന്നും യാതൊരുവിധമായ അസ്വാഭാവികതയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം കേരളത്തിൽ തന്നെ ആദ്യമായ മതത്തിന്റെ അടിസ്ഥാനത്തിൽ EMS സർക്കാർ കൊടുത്തൊരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞത്. വീണ്ടും പുതിയ അവർക്ക് താല്പര്യമുള്ള, അവർക്ക് ആധിപത്യമുള്ള മേഖലകളിൽ പുതിയ ജില്ലകൾ വേണമെന്നുള്ള ആവശ്യം നമ്മളെ സംബന്ധിച്ച് കേൾക്കുന്നവർക്ക് മാത്രമേ പുതുമയുള്ളൂ. മുസ്ലിം ലീഗ് പോലുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, അവരാദ്യം ഈ രാജ്യത്തിനെ വെട്ടിപ്പിളർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് മേടിച്ചെടുത്ത രാഷ്ട്രമുണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അതേ സാഹചര്യം, അതിന്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ് ഇപ്പൊ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പുതിയ ജില്ലകൾ വേണം. ഇങ്ങനെ പുത്തൻ ജില്ലകൾ വന്നു കഴിയുമ്പോൾ കൊങ്കൺ മേഖലയെല്ലാം കൂടെ ചേർത്തുകൊണ്ട് കട്ടിംഗ് ദ സൗത്ത് എന്ന് പറയുന്ന ആശയത്തിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തിനകത്ത് ഒരു അൽ ഭാരതം അല്ലെങ്കിൽ ഒരു അൽ ഇന്ത്യ ഉണ്ടായിക്കൂടാഴികയൊന്നുമില്ല. വരുന്ന ആളുകളിലേക്കുള്ള ചെറിയ വഴികളാണ് ഈ വെട്ടിപ്പിടിക്കുന്നത്. അതിനുശേഷം ഇത് വികസിപ്പിച്ച് വലിയ 6 വരി പാതയാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് ഈ പുതിയ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നമ്മളൊക്കെ ഈ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് UDF അധികാരത്തിൽ വരും. അതുകൊണ്ട് മുന്നോടിയായിട്ട് അങ്ങ് ആവശ്യങ്ങൾ വരികയാണ്. ഇനിയും വളരെ വലിയ ആവശ്യങ്ങൾ വരും. മുഖ്യമന്ത്രി സ്ഥാനം, ആഭ്യന്തര വകുപ്പ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വകുപ്പുകളൊക്കെ വേണം.
അതുകൊണ്ട് ഈ രാജ്യത്തിന് പ്രധാനമന്ത്രി മുമ്പോട്ട് വെച്ചൊരു ആശയമാണ് ജനസംഖ്യ അടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങളെ പുനഃക്രമീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞവരാണ്. കാരണം എന്താണ് പറഞ്ഞത്? തെക്ക് മണ്ഡലങ്ങൾ കുറയും, വടക്ക് കൂടും. വടക്ക് ജനസംഖ്യ കൂടുന്നു, തെക്ക് കുറയുന്നു. വടക്ക് കൂടുമ്പോൾ പുതിയ ജില്ലകൾ വേണം. ഈ ആവശ്യം ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇതിനെ അംഗീകരിക്കാൻ ഒക്കുന്ന കാര്യമേ അല്ല. അല്ലെങ്കിൽ ഒരു കോമൺ പാറ്റേൺ ഉണ്ടാകണം. ഈ പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതിന് സ്ഥിരമായിട്ടുള്ള ഒരിടത്ത് ജനസംഖ്യാ സ്ഫോടനം ഉണ്ടാകുന്നതുകൊണ്ട് അവിടെ കൂടുതൽ ഇത് വേണം എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അത് തന്നെയാണല്ലോ ഇവർ പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയത് കൊണ്ട് മണ്ഡലങ്ങൾ കുറഞ്ഞു, മറ്റിടത്ത് ജനസംഖ്യാ നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട് മണ്ഡലങ്ങൾ കൂടും, അത് BJPക്ക് ഗുണകരമാകും എന്നൊക്കെയുള്ള ചിന്തകൾ ഇവർ അടിച്ചേൽപ്പിക്കുകയും തങ്ങളുടെ ആവശ്യം വരുമ്പോൾ അതിനെ മറന്നുപോവുകയും ചെയ്യുകയാണ് കേരളത്തിലെ ലീഗും മൂത്ത ലീഗും യൂത്ത് ലീഗും ഒക്കെ തന്നെ കാട്ടുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. അനഘ ഹർഷനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനഘ, മലപ്പുറത്ത് ജില്ലാ വിഭജനം വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ് യൂത്ത് ലീഗ്. ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എറണാകുളം ജില്ല വിഭജിക്കണമെന്നൊരാവശ്യം മാസങ്ങൾക്ക് മുൻപേ മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. മൂവാറ്റുപുഴ അടിസ്ഥാനമാക്കി മൂവാറ്റുപുഴ ജില്ലാ ആസ്ഥാനമായിക്കൊണ്ട് ഒരു പുതിയ ജില്ല വേണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു ആവശ്യമല്ല. വളരെ കൃത്യമായി കരുതിക്കൂട്ടി ചില ലക്ഷ്യങ്ങളോടെ ചില അജണ്ടകളോടെ മാത്രം വരുന്ന ആശയഗതികളാണ് ഇതെല്ലാം, അല്ലേ? തീർച്ചയായും നീലിമ, ഇത് കേവലം 2 ദിവസം കൊണ്ടോ ആ രീതിയിൽ ഉയർന്നു വന്ന ആവശ്യമല്ല. ഇത് കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ്. പിന്നീട് ഈ മുസ്ലിം ലീഗ് അടക്കമുള്ളവർക്ക് ഒരു അപ്രമാദിത്യം ഉണ്ടാകുന്ന സമയത്ത് ഈ ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരുന്നത് SDPI പോലുള്ള മതമൗലികവാദ ശക്തികളാണ്. അതിനുശേഷം പിന്നീട് ജമാഅത്തെ ഇസ്ലാമി ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗ് ഉന്നയിച്ചു വരുന്നു. അതിനുശേഷം ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം അതൊരു പ്രമേയ രൂപത്തിലേക്ക്, അതൊരു റെക്കോർഡിക്കൽ രേഖയുടെ രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ രേഖകൾ പുറത്തു വരുന്നതിന്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും, UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗില്ലാതെ UDFന് കേരളത്തിൽ നിലനിൽപ്പില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അടക്കം വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ ലീഗ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ UDFന് ഒരു കാരണവച്ചാലും അത് തടയാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു നിലപാടെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രമേയവുമായി യൂത്ത് ലീഗ് രംഗത്ത് വരുന്നത്. ഒരുപക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയായിരിക്കും യൂത്ത് ലീഗിന്റെയും ലീഗിന്റെയും ഒക്കെ ആവശ്യം. അതായത് ഇവരുടെ ആവശ്യം ചർച്ച ചെയ്യപ്പെടണം, അത് കോൺഗ്രസ് അറിയണം. പിന്നീട് ഇങ്ങനെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഉയരുന്ന ആവശ്യം ഇത് തന്നെയായിരിക്കും. അതിനുശേഷം കോൺഗ്രസ് തന്നെയായിരിക്കും. അങ്ങനെ ഇവർ ആദ്യം ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് മന്ത്രിസ്ഥാനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് അത് മലപ്പുറം ജില്ലയുടെ വിഭജനമായിരിക്കും. പിന്നീട് അതിങ്ങനെ മറ്റ് പലയിടങ്ങളിലേക്കും വ്യാപിക്കും എന്നൊക്കെ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ മുസ്ലിം യൂത്ത് ലീഗ് ഇപ്പോൾ ഒരു പ്രമേയം, മലപ്പുറം ജില്ലയുടെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ് നീലിമ. ഓക്കെ അനഘ, അപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. 2019 ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച സമയത്ത് അതിനു മുൻപേ മുസ്ലിം ലീഗ് ഈ ആവശ്യമൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അന്ന് കോൺഗ്രസിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു, ആര്യാടൻ മുഹമ്മദ്. ലീഗിന്റെ ഈ ആവശ്യത്തെ പച്ച തൊടാൻ സമ്മതിക്കാതെ വളരെ വളരെ കൃത്യമായി അതിനെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള ആളുകൾ ഇന്ന് കോൺഗ്രസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ലീഗിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങുന്ന ഒരു കോൺഗ്രസിനെയായിരിക്കും നമുക്കിനി കാണാൻ കഴിയുക. ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് അനഘ ഹർഷൻ നൽകിയത്.